നമ്മൾ കഴിഞ്ഞ വീഡിയോ പാർട്ടിൽ ഒരു സെർവർ മെഷീനിൽ നമ്മൾ വിൻഡോസ് സെർവർ 2019 കോർ എഡിഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതായത് കോർ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാഫിക്കലായിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ യാതൊരുവിധ ഓപ്ഷൻസും നമുക്കില്ല. നമ്മൾക്ക് എല്ലാ ഓപ്ഷൻസും കമാൻഡ് പ്രോംപ്റ്റ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഫീച്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള വർക്ക്സ് ഒന്നും ഇല്ലാത്തതിനാൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. മീൻസ് കംപ്ലൈൻറ്റ് ഒന്നുമില്ലാതെ കുറേ നാൾ വർക്ക് ചെയ്യും. മാത്രമല്ല ഈ ഗ്രാഫിക്സ് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ അതുവഴി ബഗ്സൊക്കെ കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് ഏറ്റവും സെക്യൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു OSൻ്റെ ഒരു മോഡാണ് എന്തെന്നുള്ളത് ഈ കോർ എന്നുള്ളത്. ഗ്രാഫിക്സിനേക്കാളും നമ്മൾക്ക് സ്റ്റേബിളായിട്ടും സെക്യൂറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോർ. ഓക്കെ, അപ്പോൾ കോർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോ പാർട്ടിൽ കോർ സെർവറിന് നമ്മൾ IP അഡ്രസ്സും നമ്മൾ കൊടുത്തിരുന്നു. ഈ വിൻഡോസ് സെർവറിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ കോർ സെർവറിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോർ സെർവറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ കോർ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഗ്രാഫിക്സിലോട്ട് പോകുന്നതിനായിട്ട് sconfig എന്ന് ടൈപ്പ് ചെയ്യണം. sconfig എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് IP അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പാർട്ടിൽ കൊടുക്കുന്ന എങ്ങനെ കണ്ടായിരുന്നു, അത് കൊടുക്കുകയും ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. അതായത് നമ്മൾക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് ഡിസേബിൾഡ് ആണ്. അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് നോക്കാം. എന്തിനാണ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ഇനേബിൾ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ DC മെഷീനിലിരുന്നുകൊണ്ട്, അതായത് ഈ ഗ്രാഫിക്സ് ഉള്ള മെഷീനിലിരുന്നുകൊണ്ട് നമുക്ക് ഈ കോർ സെർവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോർ സെർവറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. ഇനിവേ നമുക്ക് ഫസ്റ്റിൽ അതങ്ങ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യണം, റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഈ ഫീച്ചർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്ത് പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റർ ദ നമ്പർ ടു സെലക്ട് ആൻ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റിമോട്ട് ഡെസ്ക്ടോപ്പ് ആണ് ഇപ്പോൾ വേണ്ടതെങ്കിൽ നമ്മളത് 7 എന്നുള്ളത് എൻ്റർ ചെയ്യുക. ഓക്കെ, 7 എൻ്റർ ചെയ്യുന്നു. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനേബിൾ എന്നാണ്. അപ്പോൾ E എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണ ഈ റിമോട്ട് ഡെസ്ക്ടോപ്പിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻ വരാറുണ്ട്. സെക്യൂർ വേണോ അല്ലാത്തത് വേണോ എന്നുള്ള ഇത് വരുന്നുണ്ട്. അതായത് ഈ ഓപ്ഷൻ ഇത് ടിക്ക് ഓഫ് കൊടുക്കുന്നതും ടിക്ക് ഓൺ ചെയ്യുമ്പോഴുള്ള 2 ഓപ്ഷനാണ് ഈ വന്നിരിക്കുന്നത്. അതായത് സെക്യൂർ, ലെസ് സെക്യൂർ അല്ലെങ്കിൽ മോർ സെക്യൂർ എന്നുള്ള ഓപ്ഷൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. നെറ്റ്വർക്ക് ലെവൽ ഓതൻറ്റിക്കേഷനോട് കൂടി വേണമെങ്കിൽ എന്ത് കൊടുക്കണം, 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. അതായത് നമ്മളിവിടെ ആ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്ന ആ മോഡ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കത് കൊടുത്തേക്കാം. 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഇനേബിളായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ കോർ സെർവറിൻ്റെ പേര് ഇപ്പം എന്താണ്, കമ്പ്യൂട്ടർ നെയിം എന്നുള്ളത് എന്താണ്, ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ഇങ്ങനെ വല്ലാത്തൊരു പേരാണ് കിടക്കുന്നത്. നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നമ്മൾക്ക് ഈ കോർ സെർവറായി കിടക്കുന്ന ഈ മെഷീന് നമ്മൾക്ക് ഒരു വർക്ക് ഡൊമൈൻ്റെ അണ്ടറിലോട്ട് മാറ്റണ്ടേ. അതായത് നമ്മളുടെ ഈ കാണുന്ന സെർവറിലോട്ട്, അതായത് ഇത് നമ്മുടെ DC ആണ്, ഈ DCയുടെ അണ്ടറിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ അതിലോട്ട് ജോയിൻ ചെയ്യിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, അതായത് നമ്മൾക്ക് കോർ സെർവറിനെ DCയുടെ മെമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ IP അഡ്രസ്സും അതുപോലെ തന്നെ പ്രിഫേർഡ് DNS എല്ലാം കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യണം. IP അഡ്രസ്സ് നമ്മൾ 1.75 നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇവിടെ 75 എന്നാണ് കിടക്കുന്നത്. പ്രിഫേർഡ് DNS എന്തായിരിക്കണം, നമ്മുടെ ഈ DCയുടെ തന്നെ IP അഡ്രസ്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആ പ്രിഫേർഡ് DNS എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതിനായിട്ട് പ്രിഫേർഡ് DNS കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾക്കിവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സിലോട്ട് തന്നെ നമ്മൾ പോകുന്നു. 1 കൊടുത്തു. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കണമെങ്കിൽ 8 ആണ് പ്രസ് ചെയ്യേണ്ടത്. 8 പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് IP അവയിലെ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് ഉണ്ട്. 1 ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഒരെണ്ണമുള്ളൂ, അത് സെലക്ട് ചെയ്യുന്നു. 1 എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ്, 1.80 എന്നുള്ള IP അഡ്രസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 75 മാറ്റി ഞാൻ 80 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രിഫേർഡ് DNS സെറ്റപ്പ് ചെയ്യണമെങ്കിൽ, അതായത് DNS സർവീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, 2 പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ന്യൂ പ്രിഫേർഡ് DNS സെർവർ. അതായത് പ്രിഫേർഡ് DNSൻ്റെ IP അഡ്രസ്സ് എത്രയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചോളം, ഈ കോറിനെ സംബന്ധിച്ചോളം പ്രിഫേർഡ് DNS ആരാണ്, നമ്മുടെ DCയുടെ IP അഡ്രസ്സാണ് അല്ലേ.
നമ്മളൊരു ഡൊമൈനിലോട്ട് ഒരു കമ്പ്യൂട്ടറിനെ ജോയിൻ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ സെർവറിനെ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ പ്രിഫേർഡ് DNS ആയിട്ട് നമ്മളുടെ ഡൊമൈൻ കൺട്രോളറിൻ്റെ IP അഡ്രസ്സ് ആണ് കൊടുക്കുന്നത്. അതായത് 1.100 എന്ന് പറയുന്ന IP അഡ്രസ്സാണ് ഇപ്പോഴും നമ്മുടെ DCയുടെ IP അഡ്രസ്സ്. ആ IP അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അതായത് 192.168.1.100 എൻ്റർ ചെയ്തു ഓക്കെ കൊടുത്തു. ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും സെർവർ ഇതുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? നമുക്കിപ്പോൾ നിലവിലില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കൊടുക്കണ്ട, എന്നാണെന്നുള്ളത് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് മെയിൻ മെനുവിലോട്ട് പോകുന്നതിന് 4 പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വെളിയിൽ പോയിട്ട് നമുക്ക് കമാൻഡ് ലൈനിൽ പോയിട്ട് ഇതിൻ്റെ IP അഡ്രസ്സും പ്രിഫേർഡ് DNS ഒക്കെ സെറ്റായി നോക്കാം. അതിനെന്താണ് കൊടുക്കുന്നത്? IP config /all എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? IP അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. 192.168.1.80 ആണ്. സബ്നെറ്റ് മാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിഫേർഡ് DNS സെർവർ IP അഡ്രസ്സ് ആയിട്ട് കൊടുത്തത് എത്രയാണെന്ന് കാണിച്ചിരിക്കുന്നത് 1.100 ആണ് അല്ലേ? നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് പിങ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പിങ് സ്പേസ് നമ്മുടെ DCയിലോട്ട് പിങ് ഉണ്ടോ എന്ന് നോക്കാം. പിങ് സ്പേസ് 192.168.1.100 പിങ് കിട്ടണം നമുക്ക്. ഓക്കെ, പിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു ഫയർവാൾ സെറ്റിങ്സ് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഫയർവാൾ ഓഫ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ പിങ് കിട്ടി. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ കോൺഫിഗറേഷൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? നമുക്ക് config എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമൈനിലോട്ട് ജോയിൻ ചെയ്യണം. നമ്മൾ DC ആയിട്ട് ജോയിൻ ചെയ്യണം. നമുക്ക് പിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് വർക്ക് ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ഈ കോർ സെർവറിനെ ഇവൻ്റെ അണ്ടറിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഡൊമൈനിലോട്ട് ജോയിൻ ചെയ്യിക്കണം അല്ലേ? എന്നാൽ മാത്രമേ ഉള്ളൂ ഈ DCക്ക് ഈ സെർവറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ, ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഡൊമൈൻ വർക്ക് ഗ്രൂപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. അവനെ നമ്മൾ ഡൊമൈനിലോട്ട് കൊണ്ടുപോകണം. എൻ്റർ കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് D എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജോയിൻ ചെയ്യുന്നതിന് D പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റർ ചെയ്യാൻ അത് കൊടുക്കുന്നു. ഏത് ഡൊമൈനിലോട്ടാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൊമൈൻ കൺട്രോളറിൻ്റെ പേര് അല്ലെങ്കിൽ ഡൊമൈൻ്റെ പേര് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഈ ഡൊമൈൻ്റെ പേരെന്താണ്? myitfriends.com എന്നായിരുന്നു. അതങ്ങ് കൊടുക്കുന്നു. myitfriends.com. ഓക്കെ, നമ്മുടെ DC ആക്കിയപ്പോഴുള്ള ഡൊമൈൻ്റെ പേരെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മളോട് പറയുന്നത് അങ്ങോട്ട് ജോയിൻ ചെയ്യിക്കണമെങ്കിൽ ഉള്ള ആ യൂസറിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് administrator @myitfriends.com എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ admin @123 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നമുക്കിപ്പോൾ എറർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ സാധിക്കില്ല. 1-2 പ്രാവശ്യം അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളൂ. അത് ഞാനത് ശരിയായി കൊടുക്കുന്നത് വരെ വീഡിയോ പോസ് ചെയ്യുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മളോട് ഡു വാണ്ട് ചേഞ്ച് ദ കമ്പ്യൂട്ടർ നെയിം ബിഫോർ റീസ്റ്റാർട്ടിങ് ദ കമ്പ്യൂട്ടർ. അതായത് ഇപ്പോൾ ഈ കിടക്കുന്ന കോർ സെർവറിൻ്റെ പേര് ഒരു വല്ലാത്തൊരു പേരാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ആ പേരും കൂടെ ഡൊമൈനിലോട്ട് ചേരുന്നതിന് മുമ്പായിട്ട് പേരും കൂടെ മാറ്റണമെന്ന്. നമ്മുടെ കോർ സെർവറിൻ്റെ മാറ്റിയേക്കാം അല്ലേ? യെസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയിപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നതാണ്. എൻ്റർ ദ ന്യൂ കമ്പ്യൂട്ടർ നെയിം. ഇനി നമുക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്, അതായത് നമ്മുടെ ഈ കോർ സെർവറിൻ്റെ പേരെന്താവണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കുന്നതിനായിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് core 001 എന്ന് ഞാൻ കൊടുക്കുന്നു. core 001 മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റർ കൊടുക്കുന്നു. ഇനി അതിനും നമ്മൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർ നെയിം കൊടുക്കാം. administrator @myitfriends തന്നെ .com കൊടുത്തേക്കാം. അത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. myitfriends.com എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. admin @123 എന്നുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് യു മസ്റ്റ് റീസ്റ്റാർട്ട് യുവർ കമ്പ്യൂട്ടർ ടു അപ്ലൈ ദീസ് ചേഞ്ചസ്. റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ് കൊടുക്കുന്നു. റീസ്റ്റാർട്ടായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് റീസ്റ്റാർട്ടായി വന്നപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഡൊമൈൻ എന്നുള്ളത് എന്തായിട്ടുണ്ട്, ഡൊമൈൻ myitfriends.com എന്നുള്ളതായിട്ടുണ്ട്. കമ്പ്യൂട്ടർ നെയിം core001 എന്നുള്ളതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡൊമൈനിലോട്ട് ആഡായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മുടെ ഡി സിയിൽ പോയി വേണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഡി സിയിൽ പോകുന്നു, നമ്മൾക്ക് സെർവർ മാനേജർ എടുക്കുന്നു. സെർവർ മാനേജർ എടുത്തിട്ട് നമ്മൾ ടൂൾസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് കുറച്ച് സമയം എടുക്കുക, റീഫ്രഷ് ആയി വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും core001 എന്നുള്ളൊരു കമ്പ്യൂട്ടർ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആഡായിരിക്കുന്നത്. നമ്മൾ അവനെ ഒരു സെർവർ എന്നുള്ള രീതിയിൽ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഡൊമൈനിലോട്ട് ആഡായിരിക്കുന്നത്. നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് സെർവർ 2019 ഡാറ്റ സെൻറ്റർ ഇവാലുവേഷൻ ആണെന്നൊക്കെയുള്ള കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പാർട്ടിൽ എങ്ങനെയാണ് ഒരു കോർ സെർവറിനെ ഡൊമൈനിലോട്ട് ജോയിൻ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. മാത്രമല്ല ജോയിൻ ചെയ്യിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ കോർ സെർവറിൻ്റെ പേര് മാറ്റുന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ നമുക്ക് ഈ സെർവറിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഈ കോർ സെർവറിനെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം.